അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയങ്കരായ വിദ്യാർത്ഥികളെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നിക്കാഹുൽ അമത്ത്, ഒരു അടിമ സ്ത്രീയെ വിവാഹം കഴിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് അതിന് 3 ഷർത്തുകൾ വേണം അങ്ങനെ വിവാഹം കഴിക്കണം എന്നുള്ളത് എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഷർത്ത് നമ്മൾ പറഞ്ഞു, ബി അജിസിൻ അമ്മൻ തസ്ലുഹുലി തമത്വൻ, തമത്വന് വേണ്ടി പറ്റുന്ന ഒരുത്തിയെ കിട്ടൽ അവൻക്ക് അശക്തനാവൽ കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ, അവൻക്ക് അവൻ്റെ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ട ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു അടിമ സ്ത്രീ അവൻ്റെ കയ്യിലില്ല. കാരണം അവൻക്ക് വാങ്ങാനോ, അടിമ സ്ത്രീ ആണെങ്കിൽ വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ഭാര്യ ആണെങ്കിൽ വിവാഹം കഴിക്കാനോ ഉള്ള ദാരിദ്ര്യം അനുഭവപ്പെടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവൻ അശക്തനായി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവൻക്ക് ഒന്നാമത്തെ ഷർത്ത് പൂർത്തിയായി, എന്നാണ് അവൻക്ക് അടിമ സ്ത്രീയെ വിവാഹം കഴിക്കാം എന്നർത്ഥം. ഇനി ഈ പറഞ്ഞതിലുള്ള ഈ ഷർത്തിലുള്ള കുറച്ച് മസലകളാണ് പറയുന്നത്. അതിന് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ വജദ മൻ യുഖ്രിദു ഔ യഹബു മാലൻ ഔ ജാരിയതൻ ലം യൽസംഹുൽ ഖബൂലു ബൽ യഹില്ലു മാ ദാലിക നിക്കാഹുൽ അമതി. വലൗ വജദ, അപ്പം ഞാൻ ഒരുത്തൻ എത്തിച്ചാൽ, മൻ യുഖ്രിദു, കടം കൊടുക്കാൻ പറ്റുന്ന ഒരുത്തനെ, കാരണം അവനക്ക് കടം കൊടുക്കാം. ഇജ്ജ് വിവാഹം കഴിച്ചോ, ഇജ്ജ് കല്യാണം കഴിച്ചോ, ഞാൻ എന്ത് ചെയ്യാം, അണക്കാൻ്റെ വേണ്ട ചിലവുകളൊക്കെ കടമായിട്ട് ഞാൻ വഹിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നാൽ, ഔ യഹാബു മാലൻ, അല്ലെങ്കിൽ സമ്പത്ത് ഹിബത്തായിട്ട് വെറുതെ കൊടുക്കുക എന്ന് പറഞ്ഞ ഒരാൾ, ഇജ്ജ് വിവാഹം കഴിച്ചോ, എനിക്കപ്പോൾ 3 ലക്ഷം ചിലവാകുന്നുണ്ടെങ്കിൽ ആ 3 ലക്ഷം ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് ഹിബത്തായിട്ട് വെറുതെ തരാം, ഇജ്ജ് കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നാൽ, ഔ ജാരിയത്തൻ, ഔ യഹബു മാലൻ ഔ ജാരിയത്തൻ, അല്ലെങ്കിൽ പൈസ വെറുതെ തരാമെന്നല്ല പറഞ്ഞത്, ഔ ജാരിയത്തൻ, അല്ലെങ്കിൽ ഒരു അടിമ സ്ത്രീയെ, അനക്ക് വേണ്ട ഒരടിമ സ്ത്രീ, എൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ട ഒരടിമ സ്ത്രീയെ ഞാൻ നിനക്ക് ഹിബത്തായിട്ട് നൽകാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നാൽ, ലം യൽസംഹുൽ ഖബൂലു, അതിനെ സ്വീകരിക്കൽ അവൻക്ക് നിർബന്ധമില്ല. എന്ന് പറഞ്ഞാൽ ഓൻ വന്ന് തരുന്ന പൈസ അല്ലെങ്കിൽ ഓനൊരു ജാര്യത്തിനെ കൊണ്ടുവന്നാൽ അത് സ്വീകരിക്കൽ എന്തൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. എന്താ കാരണം, ഓൻ എന്ത് ചെയ്യും, ചിലപ്പോൾ തരുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞാൽ അങ്ങനെ നമ്മളെ മുഖത്തേക്ക് തന്നെ ഒരു നോട്ടേക്കരം, എൻ്റെ ആവശ്യ പൂർത്തീകരണമൊക്കെ ഞാൻ തന്ന സാധനങ്ങൾ കൊണ്ടാണല്ലേ നടക്കണത്, അല്ലെങ്കിൽ ഞാൻ പൈസ തന്നുകൊണ്ടാണല്ലേ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കണത് എന്നൊക്കെയുള്ള ഒരു മിന്നത്ത് അതിൽ വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു ജാര്യത്തിന് വെറുതെ ഒന്ന് വിചാരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ ടൗണിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു അഴിഞ്ഞ നോട്ടം നോക്കിയാൽ എൻ്റെ ആവശ്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആൾക്കാരെ മുമ്പിൽ നിന്ന് ഇപ്പോൾ ഞാൻ തന്ന ജാര്യത്തോണ്ട് എൻ്റെ ആവശ്യങ്ങളൊക്കെ നടക്കണില്ലേ എന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് മോശമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അതിനെ സ്വീകരിക്കാൻ എന്തില്ല, നിർബന്ധമില്ല എന്ന് പറഞ്ഞത്. സ്വീകരിക്കാം, പക്ഷെ സ്വീകരിച്ചോളണം എന്നെന്തൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല എന്നർത്ഥം. ബൽ യഹില്ലു മാ ദാലിക നിക്കാഹുൽ അമതി, ബൽ എന്നല്ല, യഹില്ലു മാ ദാലിക, ഇതോടുകൂടെ തന്നെ എന്ന് പറഞ്ഞാൽ ഓന് ചോദിച്ചു എന്നുള്ളത് കൊണ്ട്, ഓനിപ്പോൾ അങ്ങനെ ചോദിച്ചല്ലോ, ഇനിയിപ്പോൾ എനിക്ക് അടിമ സ്ത്രീ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്, യഹില്ലു മാ ദാലിക, ഇതോടുകൂടെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ ഒരു ചോദ്യത്തോടു കൂടെ തന്നെ എന്ത് ചെയ്യാം, ഹലാലാവുകയും ചെയ്യും നിക്കാഹുൽ അമതി, എന്തിനെ, അവൻക്ക് അടിമ സ്ത്രീ വിവാഹം ചെയ്യുക എന്നുള്ളത് ഹലാലാവുകയും ചെയ്യും. അപ്പം ചോദിച്ചുകൊണ്ട് പിന്നെ ഹലാലുള്ളത് ഹറാമാവുക എന്നുള്ളതില്ല എന്നർത്ഥം. എന്നാൽ അതിനൊരു ഇസ്തിസ്നായിട്ട് പറയാണ്, ലാ ലിമൻ ലഹു വലതുൻ മൂസിറുൻ, ലാ എന്നാൽ ഒരുത്തൻക്ക് പറ്റൂല, ലിമൻ ഒരുത്തൻ, ലഹു വലതുൻ മൂസിറുൻ, അവനക്ക് എന്തുണ്ട്, മൂസിറായ ഒരു, മൂസിർ എന്ന് പറഞ്ഞാൽ ഒരു സമ്പന്നനായ ഒരു ഖനിയായ ഒരു മോന് ഓനക്കുണ്ട്. വാപ്പ ഭയങ്കര പാപ്പരനാണ്, ദാരിദ്ര്യം പിടിച്ച ആളാണ്, പക്ഷേ മോൻ എന്താണ്, ഭയങ്കര സമ്പന്നനാണ്, മാൽദാറാണ്. അങ്ങനെ ഒരു സമ്പന്നനായ മോനുണ്ട് എന്നുണ്ടെങ്കിൽ അവൻക്ക് എന്തില്ല, അടിമ സ്ത്രീയെ വിവാഹം കഴിക്കൽ ഹലാലാവുകയില്ല. പിന്നെന്താ ചെയ്യേണ്ടത്, ഇവനക്ക് എന്ത് ചെയ്യണം, സ്വന്തം മോനല്ലേ, വാപ്പാൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ട ഒരു അടിമ സ്ത്രീയെ വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഹുറത്തിനെ, ഒരു സ്വതന്ത്ര സ്ത്രീയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയോ ആണ് ചെയ്യേണ്ടത് എന്നർത്ഥം. മനസ്സിലായോ?
അമ്മ ഇദാ കാന തഹ്തഹു സഗീറത്തുൻ ലാ തഹ്തമിലുൽ വത്ത. ഇനി വേറൊരു കാര്യം പറയാണ്. അമ്മ ഇനി ഓനക്ക് ഭാര്യയൊക്കെ ഉണ്ട്. നമ്മളെ പറഞ്ഞ അടിമ സ്ത്രീ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവനക്ക് എന്തുണ്ട്? ഭാര്യയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഭാര്യ എന്താണ്? ചെറിയ കുട്ടിയാണ്. ഒരു 8 വയസ്സായിട്ടുള്ളൂ, അല്ലെങ്കിൽ 10 വയസ്സായിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ അമ്മ ഇതാക്കാന തഹ്തഹു സഗീറത്തുൻ, അവൻ്റെ കീഴിലുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാര്യ ആയിട്ടുണ്ട്. സഗീറത്തുൻ, ചെറിയ കുട്ടിയാണ്. ലാ തഹ്തമിലുൽ വത്ത, ഇവൻ്റെ വത്ത് അവനക്ക് താങ്ങൂല, ആ കുട്ടിക്ക് താങ്ങൂല എന്ന് പറഞ്ഞാൽ ഇവനക്ക് എന്തായിട്ടുണ്ട്? 50-60 വയസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ 40-45 വയസ്സായിട്ടുണ്ട്. ആ കുട്ടിക്ക് എന്ത് ചെയ്യൂല? ഇപ്പം വത്ത് ചെയ്താൽ ഇവൻ്റെ പിന്നെ ആവശ്യപൂർത്തീകരണം നമ്മൾ താങ്ങൂല, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണുള്ളത്. ഔ ഹരിമത്തുൻ, അല്ലെങ്കിൽ എന്താണ്? ഓനക്ക് ഭാര്യയൊക്കെ ഉണ്ട്, പക്ഷേ ഭാര്യ ഹരിമത്താണ്, വാർദ്ധക്യം പിടിച്ചാണ്. എനിക്കെന്നെ പിന്നെ എനിക്ക് ഭയങ്കര മധ്യസ്ഥ വയസ്കനാണ്. 30-35 വയസ്സുള്ളൂ. പക്ഷേ ഇവൻ്റെ ഭാര്യ 70 വയസ്സുണ്ട്. എന്തോ അങ്ങനെ ഒരാവശ്യം കാരണത്താൽ എന്ത് ചെയ്താണ്? കല്യാണം കഴിച്ചാൽ, അല്ലെങ്കിൽ പ്രേമിച്ച് ഫേസ്ബുക്കിൽ കൂടെ പ്രേമിച്ച് കല്യാണം കഴിച്ചതായിരുന്നു. പിന്നെയാണ് അച്ചത്തളാന്നായതോന്. എന്ത് ചെയ്യാൻ കഴിയണില്ല, ഇവൾക്ക് 70 വയസ്സായില്ലേ. പിന്നെ വത്തുവിനൊക്കെയുള്ള ആഗ്രഹം പോയിട്ടുണ്ട്. ഇവനിങ്ങനെ അടുത്തേക്ക് വരുമ്പോഴത്തേന് പോവിടുന്ന് പറഞ്ഞിട്ട് ആട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഹരിമത്താണ്. ഭാര്യ ഉണ്ടോ ചോദിച്ചാൽ ഭാര്യ ഉണ്ട്, പക്ഷെ ഭാര്യ എന്താണ്? സഹജമായ വാർദ്ധക്യത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ആവശ്യങ്ങൾ നടക്കണ്ടേ. അപ്പോൾ എനിക്ക് നിക്കാഹുൽ കല്യാണം കഴിക്കാൻ പറ്റുമല്ലേ എന്നുള്ളത് കേട്ടോ. മജ്നൂനത്തുൻ, അല്ലെങ്കിൽ ഇവൻ്റെ കീഴിൽ ഭാര്യ ഉണ്ട്. ആ ഭാര്യ എന്താണ്? പ്രാന്തത്തിയാണ്. ഇവൻ്റെ അടുത്തേക്ക് വരാൻ സമ്മതിക്കില്ല, തൊട്ടാൽ കിട്ടും. അങ്ങനത്തെ സാധനമാണ്. മേത്തൊന്ന് തൊട്ടാൽ മോന്തകട് കിട്ടും, അങ്ങനത്തെ സാധനമുള്ളത് മജ്നൂനത്താണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഭാര്യ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഭാര്യ ഉണ്ടോ ചോദിച്ചാൽ ഭാര്യ ഉണ്ട്, പക്ഷെ ഇവൻ്റെ കാര്യങ്ങളൊന്നും നടക്കണില്ല. മജ്ദൂമത്തുൻ, അല്ലെങ്കിൽ മജ്ദൂമത്താണ് കുഷ്ഠരോഗം ബാധിച്ച പെണ്ണാണ്. ഭാര്യ ഉണ്ട്, പക്ഷേ ഭാര്യയ്ക്ക് കുഷ്ഠരോഗമാണ്. ഭാര്യനെ പോയി ബന്ധപ്പെട്ടാൽ, അല്ലെങ്കിൽ ഭാര്യനെ ടച്ച് ചെയ്താൽ ചിലപ്പോൾ എനിക്കും അത് പകരുമെന്ന് പേടിയുള്ള ആളാണ്. അങ്ങനെ എന്നുണ്ടെങ്കിൽ ഭാര്യ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇവൻ്റെ ആവശ്യങ്ങളൊന്നും നടക്കണില്ല. ബർസാവു, അല്ലെങ്കിൽ ഭാര്യ ഉണ്ട്, ഭാര്യയ്ക്ക് എന്താണ്? വെള്ളപ്പാണ്ട് പിടിച്ച സ്ത്രീയാണ്. വെള്ളപ്പാണ്ട് പിടിച്ച ഭാര്യ ഉള്ളത്. അപ്പോൾ അവനക്ക് അടുക്കാൻ പറ്റണില്ല. അടുക്കാൻ അവനക്ക് മാനസികമായിട്ടൊരു പ്രയാസമൊക്കെ ഉള്ള ആളാണ്. റത്തക്കാ എന്ന് പറഞ്ഞാൽ അവനക്ക് ഭാര്യ ഉണ്ട്. ഈ ഭാര്യൻ്റെ ഗുഹ്യഭാഗം ഉണ്ടല്ലോ, യോനി എന്നാ പറയുക ഭാര്യൻ്റെ ഗുഹ്യഭാഗത്തിന്. അപ്പോൾ ഈ ഭാര്യൻ്റെ മുൻദ്വാരം ഇറച്ചി കൊണ്ട് അടഞ്ഞതാണ്. നമ്മളെ ഹഷ്ഫ പ്രവേശിച്ചാലല്ലേ എന്താവുള്ളൂ? അതിലൂടെ മനിയെ പോയിട്ട് കുട്ടികളുണ്ടാവുള്ളൂ. പക്ഷേ ഹഷ്ഫ എന്ത് ചെയ്യൂല? പ്രവേശിക്കൂല. ആ ഭാഗം, പ്രവേശിക്കാനുള്ള ഭാഗം ഇറച്ചി കൊണ്ട് അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യൂല? ദുഖൂലില്ല, നോ എൻട്രിയാണ്. അപ്പോൾ ഭാര്യ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൻ്റെ എന്ത് ചെയ്യും? ആസ്വാദനങ്ങളൊന്നും നടക്കണില്ല, അതാ പ്രശ്നം. കർനാവും, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ മുൻദ്വാരം എല്ല് കൊണ്ട് അടഞ്ഞതാണ്. അവിടെ ഒരു എല്ല് വന്നിട്ട് ആ ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്? അടഞ്ഞിട്ടുണ്ട്. അവിടെ നോ എൻട്രി ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങോട്ട് എന്ത് ചെയ്യാൻ കഴിയണില്ല? പ്രവേശിക്കാൻ സാധിക്കണില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രയാസത്തിലാണ് ഇവിടെ ഉള്ളത്. ഭാര്യ ഉണ്ടോ ചോദിച്ചാൽ ഭാര്യ ഉണ്ട്, പക്ഷെ അവൻ്റെ ആസ്വാദനങ്ങളൊന്നും എന്ത് ചെയ്യണില്ല? നടക്കണില്ല. എന്നുള്ള സന്ദർഭങ്ങളിലെല്ലാം ഫതഹില്ലുലമത്തു, അപ്പം എന്ത് ചെയ്യും? അടിമ സ്ത്രീയെ വിവാഹം ചെയ്യൽ ഹലാലാണ് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ഓൻ്റെ കീഴിൽ ഓനക്കൊരു ഭാര്യ ഉണ്ടല്ലോ, ഓനക്ക് 10 വയസ്സായ ഭാര്യ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓനക്ക് ഒരു പ്രാന്തയായ ഭാര്യ ഉണ്ടല്ലോ, എന്തിനാണ് ഓന് ആമത്തിനെ കല്യാണം കഴിക്കണേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അവൻ്റെ ആസ്വാദനങ്ങൾ പൂർണ്ണമായിട്ട് അവിടെ നടക്കാത്തത് കാരണത്താൽ അതിനെന്തിലുൾപ്പെടുത്തും? ബി അജസിൻ അമ്മൻ തസ്ലുഹുലി തമത്തോയിൻ എന്നുള്ള ഷർത്തിൽ, തമത്തോയിന് പറ്റുന്ന ഒരുത്തിയെ തൊട്ട് അവൻ അശക്തനായി എന്നുള്ളതിൻ്റെ ആ ഷർത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവൻക്ക് എന്താണ്? വിവാഹം ചെയ്യൽ, അടിമ സ്ത്രീയെ വിവാഹം ചെയ്യൽ ഹലാലാണ് എന്നാണ് പറയുന്നത് എന്ന്. ഇനി വേറൊരു കാര്യം പറയണം. കഥ അപ്രകാരം തന്നെ. ഈ കഥ ഇട്ട് പറഞ്ഞാൽ ഒരു ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, കഥ അപ്രകാരം തന്നെ എന്ന് പറഞ്ഞാൽ അതിൽ ഇഖ്തിലാഫ് ഉണ്ട് എന്നാണ് അർത്ഥം. പണ്ഡിതന്മാർക്ക് അതിലെന്തുണ്ട്? ഇഖ്തിലാഫ് ഉണ്ട് എന്ന്. ഇങ്ങനെ അഭിപ്രായം ഉണ്ട്, ഇങ്ങനെ അല്ലാത്ത അഭിപ്രായം ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് കിട്ടണം കേട്ടോ, കഥ ഇട്ട് പറഞ്ഞാൽ. അപ്പോൾ ആ കഥ
അപ്രകാരം തന്നെ ഇൻകാന തഹ്തഹു സാനിയത്തുൻ, അവൻ്റെ കീഴിൽ സാനിയത്താണെങ്കിലും അവൻക്ക് അടിമ സ്ത്രീയെ വിവാഹം ചെയ്യൽ ഹലാലാവുന്നതാണ് എന്ന്. അപ്രകാരം തന്നെ ഇൻകാന തഹ്തഹു സാനിയത്തുൻ, അവൻ്റെ കീഴിൽ അവൻക്ക് ഭാര്യ ഉണ്ട്, ആ ഭാര്യ എന്താണ്? സാനിയത്താണ്. കണ്ടോൻ്റെ ഒക്കെ പിന്നെ വീട്ടിൽ പോയിട്ട് കയറി അവൻ്റെ ആസ്വാദനങ്ങൾ അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കുന്നതാണ് ഇവൻ്റെ ഭാര്യ. കണ്ടവൻ്റെ ഒക്കെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കുന്ന ആളാണ് ഇവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ സാനിയത്താണ്. എങ്കിലും ഇവൻക്ക് എന്ത് ചെയ്യാം? ഇവൻ്റെ സ്വന്തം ആവശ്യ പൂർത്തീകരണത്തിന് ഈ സാനിയത്തിൻ്റെ സഹായം തേടേണ്ടതില്ല. പകരം എന്ത് ചെയ്യാം? ഒരു അമത്തിനെ വിവാഹം ചെയ്യാം എന്നർത്ഥം. അലാമ അഫ്താബിഹി ഗൈറു വാഹിദിൻ, അങ്ങനെയാണ് ഒന്നിലധികം പണ്ഡിതന്മാർ ഫത്വ കൊടുത്തിട്ടുള്ളത് എന്നർത്ഥം. ഇനി വേറൊരു കാര്യം പറയാം. വലോ ഖദറ അലാ ഗായിബത്തിൻ ഫി മക്കാനിൻ കരീബിൻ ലം യശുക്ക ഖസ്ദുഹാ വ അംകന ഇന്തിഖാലുഹാ ലി ബലദിഹി ലം തഹില്ലൽ അമത്തു. ഇനി പറയാണ്, അവനക്കൊരു അവൻക്കുണ്ട്. ഭാര്യ കുറച്ച് അപ്പുറത്താണുള്ളത്, ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് ദൂരത്താണുള്ളത്. എന്നാൽ ഇപ്പോൾ ഭാര്യ അവന് വല്ലപ്പുഴ സ്വദേശിയാണ്. അവൻ്റെ ഭാര്യ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് പട്ടാമ്പിയിലാണുള്ളത്. പട്ടാമ്പിയിൽ അവിടെ വീടെടുത്ത് കൂടിയിട്ടാണ്, അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസമൊക്കെ. എനിക്ക് എന്ത് ചെയ്യാം? അവിടെ പോയിട്ട് അവളെ വിളിച്ചു കൊണ്ടുവരികയോ അവൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് അവളെ സമീപിക്കുകയൊക്കെ ചെയ്യാം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല? അമ്മത്തിനെ വിവാഹം ചെയ്യാൻ പറ്റൂല എന്ന് അതാ പറഞ്ഞത്. വലോ ഖദിറ അലാ ഗായിബത്തിൻ, ഒരു ഗായിബത്തായ എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രദേശത്ത് നിന്നും അവൻ്റെ കൺമുന്നിൽ നിന്നും മറഞ്ഞ ഒരു ഭാര്യ ഉണ്ടോ എനിക്ക്? വലോ ഖദിറ, അവനക്ക് സാധ്യമായാൽ, അലാ ഗായിബത്തിൻ, ഒരു ഗായിബായ ഭാര്യയുടെ മേൽ, ഫി മക്കാനിൻ കരീബിൻ, അടുത്ത സ്ഥലത്ത് തന്നെയാണ്, ലം യശുക്ക ഖസ്ദുഹ, ആ ഭാര്യയെ ഉദ്ദേശിക്കുക എന്നുള്ളത്, ആ ഭാര്യയുടെ അടുത്ത് പോയിട്ട് ആ ഭാര്യയെ സമീപിക്കുക, ആ ഭാര്യയുടെ അടുത്ത് നിന്ന് അവൻ്റെ ആവശ്യ പൂർത്തീകരണങ്ങളൊക്കെ നടത്തുക എന്നുള്ളത് ലം യശുക്ക, അവനക്ക് എന്തൊന്നല്ല, ബുദ്ധിമുട്ടൊന്നല്ല. വാംകൻ ഇന്തിഖാലുഹാ ലി ബലദിഹി, അവളെ അവൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവരൽ സാധ്യമാവുകയും ചെയ്താൽ ലം തഹില്ലൽ അമത്തു, പിന്നെ ഈ ഭാര്യ ആയിബത്താണ് എന്ന പേരും പറഞ്ഞിട്ട് ഒരു അടിമ സ്ത്രീയെ വിവാഹം ചെയ്യൽ ഹലാലാവുന്നതല്ല എന്ന്. ഇനി വേറൊരു കാര്യമാണ്, ഓനക്ക് എന്തുണ്ട്? ആയിബത്തായ ഭാര്യയൊക്കെ തന്നെയാണ് ഉള്ളത്, പക്ഷേ അതെന്താണ്? അടുത്ത നാട്ടിലൊന്നല്ല, ഒരുപാട് ദൂരമുള്ള നാട്ടിലാണ്. ഓനിപ്പോൾ വല്ലപ്പുഴ സ്വദേശിയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യ എവിടെയാണ്? ഡൽഹിയിലുള്ളത്. ജോലി ആവശ്യത്തിന് അങ്ങോട്ട് പോയതാണ്, ഡൽഹിയിലുള്ളത്, അല്ലെങ്കിൽ വിദേശത്താണുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അമ്മ ലൗകാന തഹ്തഹു ഗായിബത്തുൻ, അവൻ്റെ കീഴിൽ ഒരു ഗായിബത്തുണ്ട്, ഒരു മറഞ്ഞ ഭാര്യയുണ്ട്. ഈ മക്കാനിൻ ബഈദിൻ അൻ ബലദിഹി, അവൻ്റെ നാടിന് തൊട്ട് വിദൂര പ്രദേശത്താണുള്ളത് ആ ഭാര്യ. വലഹിഖഹു മശക്കത്തുൻ ലാഹിറത്തുൻ, വലഹിഖഹു, അവനോട് ചേരുകയും ചെയ്തു. മശക്കത്തുൻ ലാഹിറ, മശക്കത്തുൻ ബുദ്ധിമുട്ട്, ലാഹിറത്തുൻ പ്രകടമായ ബുദ്ധിമുട്ടുണ്ട്. എന്തിന്? അവനക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ അവൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് അവളെ സമീപിക്കുക എന്നുള്ളത് ഭയങ്കര പ്രകടമായ ബുദ്ധിമുട്ട് അവനോട് ചേരുകയും ചെയ്തു. ബി അൻ യുൻസബ മുതഹമ്മിലുഹാ ഫി ത്വലബി സൗജത്തി ഇലാ മുജാവസത്തിൽ ഹദ്ദി ഫി ഖസ്ദിഹാ, ബി അൻ യുൻസബ, ചേർക്കപ്പെടൽ കൊണ്ട്, മുതഹമ്മിലുഹാ, ആ മശക്കത്തിനെ സഹിക്കുന്നവൻ, ഫി ത്വലബി സൗജത്തി, ഭാര്യയെ തേടുന്നതിൽ, ഭാര്യ അന്യനാട്ടിലൊക്കെ പോയിട്ട് അവളെ എവിടെയുള്ളത് അവിടെയൊക്കെ പോയിട്ട് തേടി പിടിച്ചു കൊണ്ടുവരുന്ന, അങ്ങനെ ആ ബുദ്ധിമുട്ട് സഹിക്കുന്നവനിലേക്ക് ചേർക്കപ്പെടും. എന്ത്? ഇലാ മുജാവസത്തിൽ ഹദ്ദി ഫി ഖസ്ദിഹ, അവൻ ഇലാ മുജാവസത്തിൽ ഹദ്ദി, അവൻ പരിധി ലംഘിക്കുന്നവനാണ് എന്നുള്ളത്. ഫി ഖസ്ദിഹ, അവളെ തേടുന്നതിൽ എന്ന് പറഞ്ഞാൽ അവളെ തേടി പിടിക്കുന്നതിൽ ഇവനെന്താണ്? അവൻക്ക് ചെയ്യാൻ പറ്റുന്നതിലധികം ഇവൻ ചെയ്തു എന്നൊക്കെ പറയാൻ മാത്രം അത്ര ബുദ്ധിമുട്ട് ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? സഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഇലാ മുജാവസത്തിൽ ഹദ്ദി ഫി ഖസ്ദിഹ എന്ന് പറഞ്ഞാൽ അവളെ ഉദ്ദേശിച്ച് അവളുടെ അടുത്തേക്ക് പോയിട്ട് അവളെ കൊണ്ടുവരാനുള്ളതിൽ അവൻ്റെ മുജാവസത്ത് ഹദ്, പരിധി വിട്ട് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്രമാത്രം അവനെന്ത് ചെയ്യുന്നുണ്ട്? അതിൽ ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട് എന്ന് പറയപ്പെടാൻ മാത്രം അവൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഭാര്യ ഇപ്പോൾ ഡൽഹിയിലുള്ളത്, ഇപ്പോൾ ഡൽഹിക്ക് എന്തൊന്നുമില്ല, അവന് ഫ്ലൈറ്റൊന്നും കിട്ടുന്നില്ല, ഫ്ലൈറ്റ് പോകാൻ മാത്രം അവൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല. അപ്പോൾ അവന് എന്ത് ചെയ്യണം? അവൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അവന് അങ്ങോട്ട് പോയിട്ട് ഓളങ്ങോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്താണ്?
ഒരുപാട് ട്രെയിനിലൊക്കെ പോയിട്ട് ഒരുപാട് ദിവസം പിടിക്കുകയും ചെയ്യും, ഒരുപാട് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അല്ലെങ്കിൽ ഓൾക്ക് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഓന് അത്ര ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് അവളെ പോയി ഇങ്ങോട്ട് കൊണ്ടുമ്പോഴത്തിന് എന്താവും, ആൾക്കാരൊക്കെ പറയും പിന്നെ അത്യാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയാൻ മാത്രം അത്രയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാ പറഞ്ഞത് ബിയാൻ യുൻസബ മുത്തഹമ്മിലുഹ, ബിയാൻ യുൻസബ ചേർക്കപ്പെടൽ കൊണ്ട്, മുത്തഹമ്മിലുഹ ആ മശക്കത്തിനെ സഹിക്കുന്നവൻ, ഫി തൊലബി സൗജത്തി ആ ഭാര്യയെ തേടുന്ന വിഷയത്തിൽ ആ മശക്കത്ത് സഹിക്കുന്നവനിലേക്ക് എന്ത് ചെയ്യും, ചേർക്കപ്പെടും. ഇല മുജാവസത്തിൽ ഹദ്ദി ഫി ഖസ്ദിഹ അവൻ ആ ഭാര്യയെ ഉദ്ദേശിക്കുന്നതിൽ, ആ ഭാര്യ അങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പരിധി ലംഘിക്കുന്നുണ്ട്, പരിധി വിടുന്നുണ്ട് എന്നാണ്, അത്രമാത്രം ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട് എന്നവനിലേക്ക് ചേർക്കപ്പെടും എന്നാണ്, അത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്നർത്ഥം. ഔ യഹാഫു സിന മുദ്ദത്ത ഖസ്ദിഹ അല്ലെങ്കിൽ യഹാഫു സിന അവൻ എന്ത് ചെയ്യുന്നുണ്ട്, സിനയെ പേടിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യോ അവളങ്ങോട്ട് എത്തുമ്പോഴത്തിന് എൻ്റെ പരിധി അങ്ങോട്ട് വിട്ടുപോയിട്ട് ഞാൻ വല്ല സിനയും ചെയ്തു പോകുമോ എന്നവനക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പേടിയുണ്ട്. ഔ യഹാഫു സിന അവൻ സിനയെ പേടിക്കുന്നുണ്ട്. മുദ്ദത്ത ഖസ്ദിഹ അവളെ ഉദ്ദേശിക്കുന്ന ആ കാലത്ത് പറഞ്ഞാൽ ഓൾക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ആവശ്യമുണ്ട് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ വരാം, ഞാൻ ഒരാഴ്ചക്കുള്ളിൽ ഇങ്ങോട്ട് എത്തുന്നൊക്കെ ഓള് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടി, ഞാൻ എന്താവും സിന ചെയ്തു പോകുമോ എന്നുള്ള പേടിയുണ്ടോ എനിക്ക് നന്നായിട്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ഫഹിയ അപ്പോൾ ഈ ഭാര്യ എന്നുള്ളത് കൽ അദമി ആ ഭാര്യ ഇല്ലാത്ത പോലെയാണ്. പറഞ്ഞാൽ ആ ഭാര്യ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഹുക്കുമ് അതേപോലെ തന്നെയാണ് എന്നർത്ഥം. പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, അമത്തിനെ വിവാഹം ചെയ്യാം എന്നർത്ഥം. അപ്പോൾ അവളെ ഒരു അദമിൻ്റെ രൂപത്തിലാണ്, ആ ഭാര്യ ഇല്ല എന്നുള്ള രൂപത്തിലാണ് എന്ത് ചെയ്യുക, ശറയിൽ പരിഗണിക്കുക എന്നർത്ഥം. കല്ലത്തി ഒരുത്തിയെ പോലെ തന്നെ, ഒരുത്തിൻ്റെ ഹുക്കും ഇങ്ങനെ തന്നെയാണ്, അതും പോലെയാണ് പരിഗണിക്കുക. എങ്ങനെയുള്ള ഭാര്യയാണ്, ലാ യുംകിനു ഇന്തികാലുഹ ഇലാ വതനിഹി, ലാ യുംകിനു ഇന്തികാലുഹ അവൾക്ക് ഇന്തികാൽ ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ കഴിയണില്ല, അവളങ്ങോട്ട് കൊണ്ടുവരാൻ, ഇലാ വതനിഹി അവൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഭാര്യയാണ്. പറഞ്ഞാൽ ഓള് വിദേശത്ത് പോയിട്ടാണ് ജോലി ചെയ്യണത്, ഇപ്പം നാട്ടിലുള്ളത്. എന്നാൽ അപ്പോൾ പിന്നെ ഭാര്യനെ ഇങ്ങോട്ട് വരിക, അവൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഭാര്യനെ ഇങ്ങോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ ഭാര്യ ഇങ്ങോട്ട് വരിക എന്നുള്ളത് എന്താണ് അവൾക്ക് സാധിക്കുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലാ യുംകിനു ഇന്തികാലുഹ അവൾക്ക് ഇങ്ങോട്ട് ഇന്തികാൽ നീങ്ങൽ സാധ്യമാവുന്നില്ല, ഇലാ വതനിഹി ഈ ഭർത്താവിൻ്റെ നാട്ടിലേക്ക്. ഈ മശക്കത്തിൽ ഉർബത്തി ലഹു അതുപോലെ തന്നെ ഈ മശക്കത്തിൽ ഉർബത്തി ലഹു അവനക്ക് എന്താണ് അങ്ങോട്ട് പോവുക എന്നുള്ളത്, ഒരീബാവുക വിദേശിയാവുക എന്നുള്ളത് എന്നാണ്, അവനക്ക് ആ ഭാര്യനെ അങ്ങോട്ട് പോവുക എന്നുള്ളത് എന്താണേനും ഭയങ്കര ബുദ്ധിമുട്ടാണേനും. കാരണം അവനക്ക് വിദേശയാത്രക്കൊന്നും നടക്കില്ല, ഭാര്യ ഇങ്ങോട്ട് വരിക തന്നെ വേണം, ഭാര്യയ്ക്ക് എന്താണ് ഇങ്ങോട്ട് വരാൻ സാധിക്കണമില്ല. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ ഭാര്യൻ്റെ ഹുക്കും എന്നുള്ളത് അതുമാണ്, ഇല്ലാത്തതുപോലെയാണ്. ആ സന്ദർഭത്തിൽ അവനക്ക് പിന്നെ അമത്തിനെ വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ഈ 2 പിന്നെ മസാല പറഞ്ഞ 2 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒന്ന് പിന്നെ ആ ഭാര്യ ഇങ്ങോട്ട് വരുന്ന ഇടയിൽ എന്ത് ചെയ്യും, അവനക്ക് സിനയെ പേടിയുണ്ട്, അവൻ സിന ചെയ്തു പോകുമോ എന്ന് പേടിയുണ്ട്. അല്ലെങ്കിൽ ഓൻ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഓൻ അത്യാവശ്യം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ആ ഭാര്യ ഇല്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുക, കണക്കാക്കുക. അങ്ങനെ ഭാര്യ ഇല്ല എന്ന് കണക്കാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ആ സന്ദർഭത്തിൽ അവനക്ക് അമത്തിന് വിവാഹം ചെയ്യൽ ഹലാലാണ് എന്നർത്ഥം. ഇനി വസാനീഹ രണ്ടാമത്തത് ആണ് പറയുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞിട്ടോ, ഒന്നാമത്തെ ഷർത്ത് എന്താ നമ്മൾ പറഞ്ഞത്, ബിഅജ്സിൻ അമ്മൻ തസ്ലുഹുലി തമത്വന് പറ്റുന്ന ഒരുത്തി അശക്തനാവൽ കൊണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തത് വസാനിഹ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക, പിന്നെ മെസ്സേജ് അയക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.